ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാം അധ്യായം. പ്രാചീന ബർഹിരുവാച. ഭഗവംസ്തേവജോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്ത്വദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. ഹേ ഭഗവൻ, അങ്ങ് അരുളി ചെയ്തതിൻ്റെ സാരം മുഴുവനും വേണ്ടതുപോലെ അറിയുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. വിചാരകുശലന്മാരായ വിവേകികൾ മാത്രമേ അറിയുകയുള്ളൂ. ഞങ്ങളാകട്ടെ കർമ്മത്തിൽ നിരന്തരം ഭ്രമിച്ചിരിക്കുന്നവരാകയാൽ ജ്ഞാനത്തിൽ പൂർണ്ണാധികാരികളായിട്ടില്ല. അതിനാൽ ഗൗരവമേറിയ അങ്ങയുടെ ഉപദേശത്തിൽ അടങ്ങിയ സാരത്തെ സ്പഷ്ടമായി വ്യാഖ്യാനിപ്പാൻ കരുണയുണ്ടാകണം എന്ന് പ്രാചീന ബർഹിസ് നാരദ മഹർഷിയോട് ചോദിക്കുന്നു. നാരദ ഉവാച. പുരുഷം പുരുഞ്ജനം വിദ്യാത് യദ്വനക്ത്യാത്മനഃപുരം ഏകദ്വിത്ര ചതുഷ്പാദം ബഹുപാദമപാതകം. നാരദർ പറഞ്ഞു, പുരഞ്ജനൻ എന്നുള്ള ശബ്ദത്താൽ ജീവതത്വത്തെ സൂചിപ്പിച്ചു. ജന്മാന്തര കർമ്മങ്ങളെ അനുസരിച്ച് 1, 2, 3, 4 അനേകങ്ങളോ കാലുകളുള്ളതും കാലുകളൊന്നുമില്ലാതെ ഇരിക്കുന്നതുമായ ശരീരമാകുന്ന വാസസ്ഥാനത്തെ ആശ്രയിക്കുന്നത് ജീവസ്വഭാവമാകയാൽ പുരഞ്ജനൻ എന്ന നാമം കൽപ്പിച്ചതാകുന്നു. യോ വിജ്ഞാതാഹൃദസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ എന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. ജീവൻ സഖാവായ ഈശ്വരനെ അവിജ്ഞാതനെന്ന് ശബ്ദത്താൽ സൂചിപ്പിച്ചിരിക്കുന്നു. കാരണം ജീവന്മാർക്ക് ഈശ്വരൻ്റെ ക്രിയകളെയോ ഗുണങ്ങളെയോ നാമങ്ങളെയോ അറിയുവാൻ കഴിയുകയില്ല. അതിനാൽ അറിയപ്പെടാത്തവൻ എന്നർത്ഥമായ അവിജ്ഞാത ശബ്ദം ഈശ്വരന് കൽപ്പിച്ചു. യഥാ ജിഗൃക്ഷൻ പുരുഷഃ കാൽസന്യേന പ്രകൃതേ ഗുണാൻ നവദ്വാരം ദിഹസ്താംഗ്രീം തത്രാമനുദസാദ്യതി. ജീവന് പ്രകൃതി ഗുണങ്ങളെ സമസ്തമായി അനുഭവിപ്പാൻ ആഗ്രഹം ജനിച്ചപ്പോൾ നവദ്വാരങ്ങളും 2 കൈകളും കാലുകളുമുള്ള മനുഷ്യദേഹം ലഭിച്ചു. അതിൽ സർവ്വ വിഷയങ്ങളെയും വേണ്ടതുപോലെ സ്വീകരിപ്പാൻ സൗകര്യമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്തു. ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യത്കൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേ ഷബിർഗുണാൻ. പ്രമദ ശബ്ദത്താൽ ബുദ്ധിയെ സൂചിപ്പിച്ചതായി അറിയുക. അതിനെ ആശ്രയിച്ചതുകൊണ്ട് ജീവൻ ശരീരത്തെ ഞാനെന്നും ഭാര്യാപുത്രാദി ശരീരങ്ങളെ എൻ്റേതെന്നും അഭിമാനിക്കുകയും ഇന്ദ്രിയങ്ങളിൽ കൂടെ ശബ്ദസ്പർശാദി പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. സഖായ ഇന്ദ്രിയഗണാജ്ഞാനം കർമ്മജയത്കൃതം സഖ്യസ്തുദൃക്തയ പ്രാണഃ പഞ്ചവൃത്തിരഥോരഗഃ. സഖാക്കൾ എന്ന ഇന്ദ്രിയ സമൂഹങ്ങളെ പറഞ്ഞു. അവയാൽ വസ്തുജ്ഞാനവും പ്രവൃത്തിയും ജീവനുണ്ടാകുന്നു. സഖികൾ എന്ന ഇന്ദ്രിയ വൃത്തികളെയും സർപ്പം എന്ന 5 വിധത്തിൽ വ്യാപരിക്കുന്ന പ്രാണനെയും പറഞ്ഞു. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയ നായകം പഞ്ചാല പഞ്ചവിഷയ എന്മധ്യേ നവകം പുരം. ബൃഹത് ബലം എന്ന ശബ്ദത്താൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതാത് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെ സൂചിപ്പിച്ചു. ശബ്ദസ്പർശാദി പഞ്ചവിഷയങ്ങളെ പഞ്ചാലദേശങ്ങൾ എന്ന ശബ്ദത്താൽ കാണിച്ചു. അതിൻ്റെ നടുവിലുള്ള പുരം എന്ന ശബ്ദം ശരീരത്തെയും കാണിക്കുന്നു. അക്ഷിണീ നാസികേ കർണൗ മുഖം ശിഷ്ണഗുദാവിധി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാദി യസ്തദിന്ദ്രിയ സംയുതഃ. കണ്ണുകൾ, നാസികാദ്വാരങ്ങൾ, കർണദ്വാരങ്ങൾ ഇങ്ങനെ ഈ 2 ദ്വാരങ്ങളുള്ള 3 ഇന്ദ്രിയങ്ങളിൽ കൂടെ 6 ദ്വാരങ്ങളും മുഖം, ശിഷ്ണം, ഗുദം എന്ന 3 ദ്വാരങ്ങളും കൂടെ 9 ദ്വാരങ്ങൾ. അതാത് ദ്വാരങ്ങളിലുള്ള ഇന്ദ്രിയങ്ങളോടുകൂടെ ജീവൻ പുറമേ സഞ്ചരിച്ച് വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നു. അക്ഷിണീ നാസികേ ആസ്യാമിതി പഞ്ചപുരകൃതാഃ ദക്ഷിണ ദക്ഷിണ കർണ ഉത്തര ചോത്തര സ്മൃതഃ. നേത്രദ്വാരങ്ങൾ 2, നാസാദ്വാരങ്ങൾ 2, മുഖദ്വാരം 1 ഇങ്ങനെ 5 ദ്വാരങ്ങളെ കിഴക്കുദിക്കിലുള്ള വഴികളായിട്ടും വലത്തെ കർണത്തെ തെക്കുദിക്കിലേക്കുള്ള വഴിയായിട്ടും ഇടത്തേതിനെ വടക്കുദിക്കിലേക്കുള്ള വഴിയായിട്ടും നിശ്ചയിച്ചു. പശ്ചിമേ ഇത്യതോ ദ്വാരൗ ഗുദം ശിഷ്ണമിഹോച്യതേ ഖദ്യോദാവിർമുഖീ ഛാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം ബിഭ്രാജിതം താഭ്യാം വിജഷ്ടേ ചക്ഷുഷേശ്വരഃ. പടിഞ്ഞാറു ദിക്കിൽ 2 ദ്വാരങ്ങൾ എന്നു പറഞ്ഞത് അധോ ഭാഗത്തുള്ള ഗുദം, ശിഷ്ണം എന്ന ദ്വാരങ്ങളാകുന്നു. ഖദ്യോദം, ആവിർമുഖി എന്നു പറഞ്ഞത് നേത്രങ്ങളെയാകുന്നു.
ആ നേത്രങ്ങളിൽ കൂടെ ജീവാത്മാവ് രൂപത്തെ അറിയുന്നു എന്ന സംഗതിയെയാണ് ആ 2 ദ്വാരങ്ങളിൽ കൂടെ ബിഭ്രാജിതം എന്ന പുരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത്. നളിനി നാളിനി നാസേ ഗന്ധേ സൗരഭവുച്യതേ ക്രാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസവിദ്രസഃ. നാളിനി എന്ന പേരുള്ള ദ്വാരങ്ങൾ എന്ന് നാസാദ്വാരങ്ങളെയും സൗരഭദേശം എന്ന് ഗന്ധത്തെയും അവധൂത സഖാവ് എന്ന ക്രാണേന്ദ്രിയത്തെയും മുഖ്യൻ എന്ന് മുഖദ്വാരത്തെയും വിപണൻ എന്ന് വാഗീന്ദ്രിയത്തെയും രസവിത്ത് എന്ന് രസനേന്ദ്രിയത്തെയും സൂചിപ്പിച്ച് പറഞ്ഞതാകുന്നു. ആവണോ വ്യവഹാരോത്ര ചിത്രമന്തോ ബഹൂദനം പിതൃഹൂർദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃതഃ. ആവണദേശം എന്ന സംഭാഷണത്തെയും ബഹൂദനദേശം എന്ന നാനാവിധമായ അന്നത്തെയും പിതൃഹൂവെന്ന് വലത്തെ കർണത്തെയും ദേവഹൂവെന്ന ഇടത്തെ കർണത്തെയും സൂചിപ്പിച്ചു പറഞ്ഞു. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസന്നിധം പിതൃദാനം ദേവയാനം ശ്രോത്രശ്രുതധരാത് വ്രജേത്. പഞ്ചാലദേശം എന്ന് പ്രവൃത്തിമാർഗത്തെ അറിയിപ്പിക്കുന്ന കർമ്മകണ്ഡത്തെയും നിവൃത്തം എന്ന നിവൃത്തിമാർഗത്തെ അറിയിപ്പിക്കുന്ന ഉപാസനാകണ്ഡത്തെയും പിതൃയാനം എന്ന പിതൃലോകത്തെയും ദേവയാനം എന്ന ദേവലോകത്തെയും ശ്രുതധരൻ എന്ന സഖാവായിട്ട് സ്ത്രോത്രേന്ദ്രിയത്തെയും പറ്റി പറഞ്ഞതാകുന്നു. ആസുരീമേഡ്രമർവാഗാത് ദ്വാർവ്യവായോ ഗ്രാമിണാം രതിഃ ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിർവൃതിർഗുദൗച്യതേ. ആസുരി എന്ന് മേഡ്രത്തെയും ഗ്രാമകം എന്ന് വിഷയസുഖത്തെയും ദുർമദ സഖാവ് എന്ന ഉപസ്ഥം എന്ന ഇന്ദ്രിയത്തെയും നിർവൃതി എന്ന ഗുദത്തെയും നിർദ്ദേശിച്ചു. വയ്യസം നരകം പായുർലുബ്ധഗോദോ തുമേ ശൃണു ഹസ്തപാദോ പുമാംസ്താഭ്യാം യുക്തോ യാതി കരോതി ച. വൈശ്യസദേശം എന്ന് നരകത്തെയും ലുബ്ധക സഖാവെന്ന് പായു എന്നുകൂടി പറയാറുള്ള ഗുദത്തെയും അന്തങ്ങളെന്ന് കൈകാലുകളെയും ജീവൻ അവയെക്കൊണ്ട് സഞ്ചരിക്കുന്നതിനെയും പ്രവൃത്തി ചെയ്യുന്നതിനെയും കാണിച്ചിരിക്കുന്നു. അന്തഃപുരം ജഹൃദയം വിഷൂജിർമനോച്യതേ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈഃ. അന്തഃപുരം എന്ന് ഹൃദയത്തെയും വിഷൂജി എന്ന് മനസ്സിനെയും മനസ്സിലെ തമോ ഗുണത്താൽ മോഹത്തെയും രജസ്സിനാൽ ഹർഷത്തെയും സത്വത്താൽ പ്രസാദത്തെയും പ്രാപിക്കുന്നതിനെയും സൂചിപ്പിച്ചു. യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യതേ. ജാഗ്രത് സ്വപ്നാവസ്ഥകളിൽ ബുദ്ധിക്കുണ്ടാകുന്ന വികാരത്തെ അനുസരിച്ച് ജീവൻ സുഖി ദുഃഖി എന്ന് അഭിമാനിക്കുന്നതിനെ ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് രാജാവ് സർവവും നടത്തി എന്ന് പറഞ്ഞതാകുന്നു. ദേഹോരഥസ്ത്വിന്ദ്രിയാശ്വഃ സംവത്സരരയോഗതിഃ ദ്വികർമ്മചക്രസ്ത്രിഗുണഃ ധ്വജപഞ്ച സുബന്ധുരഃ. തേരെന്നു പറഞ്ഞത് ദേഹത്തിനെയും കുതിരകൾ എന്ന പഞ്ചേന്ദ്രിയങ്ങളെയും ഗമനം എന്ന സംവത്സര രൂപമായ കാലവേഗത്തെയും ചക്രങ്ങൾ എന്ന പുണ്യപാപകർമ്മങ്ങളെയും ധ്വജം എന്ന സത്വാദി 3 ഗുണങ്ങളെയും ബന്ധനങ്ങളെന്ന് പഞ്ചപ്രാണനെയും സൂചിപ്പിച്ചു. മനോരശ്മിർബുദ്ധിസൂതോ കൃന്നീഡോ ദ്വന്ദ്വകൂപനഃ പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപഃ സപ്തധാതുവരൂദകഃ. തേരിൽ പൂട്ടിയ കുതിരകളുടെ കടിഞ്ഞാണായിട്ട് മനസ്സിനെയും തേർ നടത്തുന്നവനായിട്ട് ബുദ്ധിയെയും ഇരിപ്പാനുള്ള സ്ഥാനം എന്ന ഹൃദയത്തെയും നുകം വയ്ക്കുന്ന സ്ഥലമായിട്ട് ശോകമോഹങ്ങളെയും സഞ്ചാരസ്ഥാനങ്ങളായിട്ട് ശബ്ദാദി പഞ്ചവിഷയങ്ങളെയും കുതിരയുടെ മീതെ ഇടുവാനുള്ള വസ്ത്രമായിട്ട് ത്വക്ക് മുതലായ സപ്തധാതുക്കളെയും കൽപ്പിച്ചതാകുന്നു. ആകൂതിർവിക്രമോ ബാഹ്യോ മൃഗതൃഷ്ണാം പ്രദാവതി ഏകാദശേന്ദ്രിയ ചമൂഹു പഞ്ചസൂന വിനോദകൃത്. കുതിരകളുടെ ബാഹ്യമായ ഗതിവിശേഷമായിട്ട് കർമ്മേന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചു. രാജാവ് നായാട്ടിൽ ആസക്തനായിട്ട് വനത്തിൽ സഞ്ചരിച്ചുവെന്ന് സ്വപ്നാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിനെ കാണിച്ചതാകുന്നു. സൈന്യം എന്ന് 11 ഇന്ദ്രിയങ്ങളെ കാണിച്ചതാണ്. ഗൃഹസ്ഥകർമ്മത്തിൽ അറിയാതെ വന്നുചേരുന്ന 5 വിധ ഹിംസകളെ വിനോദമായിട്ടും വർണ്ണിച്ചു. സംവത്സര ചണ്ഡവേഗഃ കാലോ ഏനോപലക്ഷിതഃ തസ്യാഹാനീഹ ഗന്ധർവ ഗന്ധർവ്യോ രാത്രയസ്മൃതാഃ. ചണ്ഡവേഗ ശബ്ദത്താൽ സംവത്സരത്തെ കാണിച്ചു. കാലത്തോടെ വേർപിരിയാതിരിക്കുന്നതും കാലത്തെ തിരിച്ചറിയുവാനുള്ള ലക്ഷണവും അതാണല്ലോ.
കാലാവയവങ്ങളായ പകൽ സമയങ്ങളെ ഗന്ധർവന്മാരായിട്ടും രാത്രി സമയങ്ങളെ ഗന്ധർവ സ്ത്രീകളായിട്ടും കാണിച്ചു. കാലകന്യാ ജരാ സാക്ഷാൽ ലോകസ്ഥാം നാഭിനന്ദതി സ്വസാരം ജഗൃഹ്യേ മൃത്യുഹു ക്ഷയായ യവനേശ്വരഃ. കാലകന്യക എന്ന ജരയെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ആരും അവളെ ഇഷ്ടപ്പെടുകയില്ലെന്ന അനുഭവമാണല്ലോ. യവനേശ്വര ശബ്ദത്താൽ സൂചിപ്പിക്കപ്പെട്ട മൃത്യു ലോകത്തെ ക്ഷയിപ്പിക്കാനുള്ള ഉപകരണമായിട്ട് ജരയെ അംഗീകരിച്ചു. ആദയോ വ്യാധയസ്തസ്യ സൈനികാ യവനാശ്ചരാഃ ഭൂതോപസർഗാശുരയഃ പ്രജ്വാരോ ദിവിദോ ജ്വരഃ. യവനൻ്റെ സേനയിലുള്ളവരായിട്ടും ചാരന്മാരായിട്ടും പറഞ്ഞത് ആദികളെയും വ്യാധികളെയും പ്രാണികളെ ഉപദ്രവിക്കുന്ന ആശുരയൻ എന്നു പറഞ്ഞത് മരണാവസരത്തിൽ ശരീരത്തെ ബാധിക്കുന്ന ഉഷ്ണജ്വരം ശീതജ്വരം എന്ന 2 വിധം ജ്വരത്തെയും സൂചിപ്പിക്കാനാകുന്നു. ഏവം ബഹുവിധേർദുഃഖേർ ദേവഭൂതാത്മസംഭവൈഃ ക്ലിശ്യമാനഃശതം വർഷം ദേഹേ ദേഹി തമോവൃതഃ പ്രാണേന്ദ്രിയമനോധർമാൻ ആത്മന്യദ്യസ്യ നിർഗുണഃ ശേദേ കാമലവാൻ ധ്യായൻ മമാഹമിതി കർമ്മകൃത്. ഇപ്രകാരം ദേവന്മാരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും സംഭവിക്കുന്ന ബഹുവിധ ദുഃഖങ്ങൾ നിമിത്തം ക്ലേശം അനുഭവിച്ചുകൊണ്ട് തന്നെ ദേഹി ശരീരത്തിൽ അജ്ഞാനാവൃതനായിട്ട് 100 സംവത്സരം വസിക്കുന്നു. വാസ്തവത്തിൽ ഗുണാതീതനാണെങ്കിലും പ്രാണധർമ്മങ്ങളായ വിശപ്പ് ദാഹം മുതലായവയെയും ഇന്ദ്രിയധർമ്മങ്ങളായ അന്ധത്വം ബധിരത്വം മുതലായവയെയും മനോധർമ്മങ്ങളായ കാമക്രോധാദികളെയും ആത്മധർമ്മങ്ങളായിട്ട് വിചാരിക്കുന്നു. അതിന് കാരണം സ്വരൂപത്തെ അറിയാതിരിക്കുന്ന ദോഷമാകുന്നു. അതുകൊണ്ട് ശരീരത്തിൽ ഞാനെന്നും കളത്രാദികളിൽ എൻ്റേതെന്നും അഭിമാനമുണ്ടാകുന്നു. അവരിൽ നിന്ന് കിട്ടാവുന്നതായ ലേശം സുഖത്തെ മഹത്തായി ധരിച്ച് അതിനെ തന്നെ നിനച്ചും കൊണ്ട് അതിൻ്റെ ലാഭത്തിനു വേണ്ടി അനവരതം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാത്മാനമവിജ്ഞായ ഭഗവന്തം പരംഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക് ഗുണാഭിമാനീ സത്തദാ കർമാണി കുരുതേ വശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. ജീവൻ പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപനായതിനാൽ സ്വയമേവ പ്രകാശിക്കുന്നവനും ആനന്ദപൂർണനുമാകുന്നു. ആ സത്യനില അറിയാത്തതിനാൽ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപേണയും ആനന്ദസ്വരൂപേണയും നിരന്തരം വിളങ്ങുന്ന ഭഗവാനെ എപ്പോൾ അറിയുന്നില്ലയോ അപ്പോൾ ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമുണ്ടാകുന്നു. അതിനിമിത്തം പരാധീനനായി വരുന്നു, ഗുണങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ സത്വാധിക്യത്താൽ പുണ്യമായും തമസിൻ്റെ ആധിക്യത്താൽ പാപമായും രജസ്സിൻ്റെ ആധിക്യത്താൽ പുണ്യപാപ സമ്മിശ്രമായുമുള്ള കർമ്മങ്ങളെ ചെയ്യുന്നു. കർമാനുസരണം വീണ്ടും ജനിക്കുന്നു. ശുക്ലാത് പ്രകാശഭൂയിഷ്ടാം ലോകാനാപ്നോതി കർഹിജിത് ദുഃഖോദർക്കാൻ ക്രിയായാം സാം തമശോകാത് കടാൻ ക്വചിത്. കർമാനുസരണമായി ഉണ്ടാകുന്ന ജീവഗതി ഭേദങ്ങളെ കാണിക്കുന്നു. പുണ്യകർമ്മം അധികരിച്ചാണെങ്കിൽ സുഖഭൂയിഷ്ടങ്ങളും പ്രകാശബഹുളങ്ങളുമായ സ്വർഗാദി ലോകങ്ങളിൽ ഗതി ലഭിക്കും. പുണ്യപാപ സമ്മിശ്രകർമ്മം നിമിത്തം പര്യവസാനത്തിൽ ദുഃഖങ്ങളും പ്രവൃത്തി നിമിത്തം കഷ്ടങ്ങളുമുണ്ടാകുന്ന മാനുഷലോകത്തിൽ ജന്മമുണ്ടാകും. തമോ ഗുണാധിക്യം നിമിത്തം പാപകർമ്മം അധികമായിരുന്നാൽ കഠിന ദുഃഖസ്ഥാനങ്ങളും അറിവില്ലായ്മയാൽ തീരെ മൂടപ്പെട്ടവയുമായ പക്ഷിമൃഗാദിജാതികളിൽ ജനിക്കും. ക്വചിത് പുമാൻ ക്വചിത് ച സ്ത്രീ ക്വചിന്നോ ഭയമന്ദദീഹി ദേവോ മനുഷ്യസിര്യഗ്വ യഥാ കർമ്മഗുണം ഭവഃ. ജീവൻ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ മതിയായ ഉപായമറിയുവാൻ സമർത്ഥയായ ബുദ്ധിയില്ലാത്തവനായിരുന്നതിനാൽ കർമ്മസ്വഭാവത്തെ അനുസരിച്ച് തന്നെ ചിലപ്പോൾ സ്ത്രീ ശരീരം, ചിലപ്പോൾ പുരുഷ ശരീരം, ചിലപ്പോൾ നപുംസക ശരീരം, ചിലപ്പോൾ ബുദ്ധിശൂന്യൻ, ചിലപ്പോൾ ദേവൻ, ചിലപ്പോൾ മനുഷ്യൻ, ചിലപ്പോൾ തിര്യക് ജന്തു എന്നീ ശരീരങ്ങളെ ആശ്രയിക്കുന്നു. ഏതുവിധം സുഖദുഃഖം അനുഭവിപ്പാൻ ഏതുവിധം ദേഹം ഉചിതമോ ആ ദേഹത്തെ ജീവൻ സ്വീകരിപ്പാൻ നിർബന്ധിതനായിരിക്കുന്നു. ഒരു ജീവന് തന്നെ സ്വകർമ്മഭേദം നിമിത്തം അനേകവിധം ശരീരങ്ങളിൽ വസിക്കേണ്ടി വരുന്നു എന്നു സാരം. ക്ഷുത്പരീതോ യഥാ ദീനഃ സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവജ പദാഭ്രമൻ ഉപര്യതോ വാ മധ്യേ വാ യാദിദ്ദിഷ്ടം പ്രിയാപ്രിയം.
വിശന്നു വലിയുന്ന ശ്വാവ് ഓരോ ഗൃഹങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ചിലതിൽ അല്പം ആഹാരപദാർത്ഥമോ മറ്റു ചിലതിൽ ദണ്ഡം കൊണ്ടുള്ള പ്രഹരമോ ലഭിക്കുന്നതുപോലെ ജീവനും കാമാധീനനായി കർമ്മബന്ധനായി ഭവിക്കയാൽ പുണ്യപാപമാർഗങ്ങളിൽ പ്രവർത്തിക്കുകയും അതിനെ അനുസരിച്ച് ഉയർന്ന ലോകങ്ങളെന്നു പറയപ്പെടുന്ന സ്വർഗാദി സ്ഥാനങ്ങളിലോ താഴ്ന്ന ലോകങ്ങളായ നരകങ്ങളിലോ മധ്യത്തിലുള്ള മനുഷ്യലോകങ്ങളിലോ കർമാനുസരണം സുഖമോ ദുഃഖമോ അനുഭവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്വേച്ഛാനുസരണമായ ഭോഗം ജീവന് സിദ്ധിക്കുകയില്ല. കർമാനുസരണ ഫലം അനുഭവിച്ചേ കഴിയുള്ളൂ. ദുഃഖശ്വേകതരേണാഭി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദഃ സ്യാചേതത്തത് പ്രതിക്രിയ. ക്ഷുദ്രജീവികൾക്ക് ദുഃഖമുണ്ടെന്നിരിക്കലും വിചാരകുശലന്മാർക്ക് ദുഃഖങ്ങളുടെ പ്രതികാരമാർഗം അറിയാവുന്നതുകൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടല്ലോ എന്ന് ശങ്കിക്കേണ്ട. ഓരോ ദുഃഖങ്ങളെ പരിഹരിപ്പാൻ ഉപകരിക്കുന്ന പ്രായശ്ചിത്തങ്ങളെ ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ടെന്നിരിക്കലും ആ വക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതും ഉപകരണങ്ങളെ സമ്പാദിക്കുന്നതും ദുഃഖരൂപമാകയാൽ ദുഃഖത്തിൻ്റെ സ്വരൂപം മാറുമെന്നല്ലാതെ ദുഃഖമില്ലെന്നു വരുന്നില്ല. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന 3 വിധ ദുഃഖങ്ങളിൽ ഏതെങ്കിലും 1 2 3 കൂടിയോ ജീവനെ വിട്ടുപിരിയാതെ ഇരിക്കുന്നു. യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ദേന സ ആദത്തേ തഥാ സർവാ പ്രതിക്രിയാഃ. വിശപ്പ്, ദാഹം മുതലായ ദുഃഖങ്ങളെ തീർക്കുവാനുള്ള ഉപായങ്ങളായിട്ട് കൃഷിയാദി വ്യാപാരങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നുവെങ്കിലും ആ വക വ്യാപാരങ്ങളും ദുഃഖരൂപങ്ങളാകയാൽ സർവാത്മന ദുഃഖനിവൃത്തി ഉണ്ടാകുന്നില്ലെന്ന് ദൃഷ്ടാന്തപൂർവം ഉപദേശിക്കുന്നു. മഹത്തായ ഭാരം തലയിൽ വഹിച്ച് സഞ്ചരിക്കുന്ന പുരുഷൻ ശിരോവേദന അധികരിക്കുന്ന സമയം ആ ഭാരത്തെ ചുമലിൽ വെച്ച് നടക്കുന്നു. ശിരസ്സിന് അല്പം ആശ്വാസം തോന്നുന്നുവെങ്കിലും ഭാരം അവനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. മുമ്പ് ശിരസ്സിലായിരുന്നത് ഇപ്പോൾ ചുമലിലായിരിക്കുന്നു. ഇതുപോലെ തന്നെയാകുന്നു ദുഃഖപ്രതികാരങ്ങളെല്ലാം. നൈകാന്തത പ്രതീകാരഃ കർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘ. കർമ്മങ്ങൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് ഭക്തിജ്ഞാനങ്ങളോട് കൂടാതെയുള്ള കേവല പ്രായശ്ചിത്തകർമ്മം ആത്യന്തിക നിവൃത്തിയെ വരുത്തുകയില്ലെന്ന് പരിശുദ്ധാശയനായ അങ്ങ് വിശ്വസിച്ചുകൊള്ളുക. എന്തുകൊണ്ടെന്നാൽ 2 വിധ കർമ്മത്തിനും കാരണം ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നുള്ള മോഹമാകുന്നു. അതിൽ അവിദ്യാസംബന്ധമുള്ളതുകൊണ്ട് ദുഃഖനിവൃത്തിയെ വരുത്തുവാൻ സമർത്ഥമല്ല. ഏതുപോലെ എന്നാൽ ദുഃഖരൂപമായ ഒരു സ്വപ്നം കാണുന്നവൻ ആ ദുഃഖത്തെ തീർക്കുവാനുള്ള മാർഗത്തെയും സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ രണ്ടും നിദ്രാദോഷത്താൽ വ്യാപരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദുഃഖനിവൃത്തി ഉണ്ടാകുകയില്ല. സ്വപ്നകാരണമായിരിക്കുന്ന നിദ്രാനാശം തന്നെ സ്വപ്ന ദുഃഖ നിവൃത്തി കാരണം. അവിദ്യ നിമിത്തം നേരിടുന്ന കർമ്മദുഃഖ നിവൃത്തി ഭഗവത് ആരാധനാരൂപമായ വിദ്യ കൊണ്ടുണ്ടാകണം. അർത്ഥേഹ്യ വിദ്യമാനേബി സംസൃതിർന നിവർത്തതേ മനസാലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. ആത്മാവിന് ശരീരത്തോടുള്ള സംബന്ധം പരമാർത്ഥത്തിൽ ഇല്ലെന്നിരിക്കലും അജ്ഞാനം നിമിത്തം ഉണ്ടായിരിക്കുന്ന അധ്യാസം നശിക്കുന്നതുവരെ ജന്മമരണരൂപമായ സംസാരം നശിക്കുകയില്ല. ഏതുപോലെ എന്നാൽ സ്വപ്നത്തിലുള്ളതുപോലെ തോന്നുന്ന വ്യാക്രസർപ്പ ചോരാദികൾ നിമിത്തമുള്ള ദുഃഖത്തിൻ്റെ നിവൃത്തി ലിംഗശരീരരൂപമായ മനസ്സോടുകൂടെ ചേർന്ന് സഞ്ചരിക്കുന്ന ജീവന് ജാഗ്രതവസ്ഥ സിദ്ധിക്കുന്നതുവരെ ഉണ്ടാകുന്നില്ല. അതാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥ പരമ്പര സംസൃതി സ്ത്വദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരു. എന്നാൽ ആത്യന്തിക ദുഃഖനിവൃത്തിക്കുള്ള എന്താണെന്ന് ആലോചിക്കുന്നവരോട് ഭക്തി കൊണ്ട് മാത്രമേ ദുഃഖനിവൃത്തി ഉണ്ടാകുകയുള്ളൂ എന്ന് ഉത്തരം പറയുന്നു. മറ്റു വിധത്തിൽ ജനനമരണരൂപമായ അനർത്ഥത്തിൻ്റെ തുടർച്ചയ്ക്ക് നാശമില്ലാത്തതുകൊണ്ട് സംസാരോപരതി ഭവിക്കുന്നില്ല. എന്നാൽ എങ്ങനെ നശിക്കുമെന്നാൽ സർവന്തര്യാമിയും സർവലോക ഗുരുവുമായ ശ്രീ വാസുദേവനിൽ ഏകാന്ത ഭക്തി ഉണ്ടായാൽ സംസാരം നശിക്കും. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിതഃ സദ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ജനയിഷ്യതി. വിഷയവിരക്തിയും ജ്ഞാനവും ഭക്തി നിമിത്തം പ്രയാസം കൂടാതെ ഉണ്ടാകും. സർവാന്തര്യാമിയും ജ്ഞാനമൂർത്തിയുമായ ശ്രീ വാസുദേവനിൽ ബലകാംക്ഷ കൂടാതെ സമർപ്പിക്കപ്പെടുന്ന ഭക്തിഭാവം അനായാസേന വൈരാഗ്യത്തെയും ജ്ഞാനത്തെയും ജനിപ്പിക്കും. സോചിരാദേവരാജർഷേ സ്യാദച്യുത കഥാശ്രയഃ ശൃണ്വത ശ്രദ്ധദാനസ്യ നിത്യദാ സ്യാദീയതഃ. ഹേ രാജർഷേ, നിത്യവും ശ്രദ്ധയോടുകൂടെ ഭഗവത് കഥയെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവന് കാലതാമസം കൂടാതെ ഭഗവാനിൽ പരമപ്രേമലക്ഷണയായ ആ ഭക്തിയോഗമുണ്ടാകും.
എത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാഃ ഭഗവദ്ഗുണാനുകഥന ശ്രവണവ്യഗ്രചേതസഃ. ഹേ രാജൻ, അന്ധക്കരണ പരിശുദ്ധി നിമിത്തം ഭഗവത് കഥകളെ കീർത്തിക്കുന്നതിലും കേൾക്കുന്നതിലും അതിതാൽപര്യമുള്ളവരും സദാചാരനിഷ്ഠയുള്ളവരും സാധുക്കളുമായ ഭഗവത് ഭക്തന്മാർ എവിടെ ഉണ്ടായിരിക്കുമോ അവിടെ കഥാശ്രവണം സുലഭമാകുന്നു. തസ്മിന്മഹമുഖരിത മധുഭിച്ചരിത്ര പീയൂഷശേഷസരിത പരിതസ്രവന്തി തായേ പിബന്ധ്യ വിദൃശോ നൃപഗാഢകർണൈസ്താന സ്പൃശന്ത്യ ശനതൃഡ്ഭയശോകമോഹാഃ. സജ്ജന സമാജത്തിൽ മഹാന്മാരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭഗവത് ചരിത്രാമൃത നദികൾ ഏതു ഭാഗത്തുകൂടിയും സുലഭമായി ഒഴുകിക്കൊണ്ടിരിക്കും. ഹേ രാജൻ, ശ്രദ്ധാപൂർവം അവയെ ശ്രോത്രങ്ങളിൽ കൂടെ പാനം ചെയ്യുന്നവരെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം എന്നീ വൃത്തികളൊന്നും ബാധിക്കുകയില്ല. ഏതേരുപദ്രുതോ നിത്യം ജീവലോക സ്വഭാവജൈഃ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗരതീം. ഭഗവത് ഭക്ത സംസർഗം കൊണ്ടല്ലാതെ ഭഗവത് കഥാരതി സിദ്ധിക്കുകയില്ല. ജന്മജന്മാന്തരകൃത പാപകർമ്മ ബലങ്ങളായിട്ട് സ്വതസിദ്ധങ്ങളായ കാമക്രോധ ലോപാദി വൃത്തികളാൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവലോകം സകല സന്താപങ്ങളെയും നശിപ്പിച്ച് അമൃതത്വത്തെ നൽകുന്നതിന് സമർത്ഥമായിരിക്കുന്ന ഭഗവത് കഥാമൃതനിധിയിൽ താൽപ്പര്യമുള്ളവരായി ഭവിക്കുന്നില്ല. പ്രജാപതിപതി സാക്ഷാത് ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാ സനകാദയഃ മരീചിരത്രയംഗരസൗ പുലസ്ത്യ പുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ അദ്യാവിവാചസ്പതിയസ്തപോ വിദ്യാ സമാധിഭിഃ പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. പ്രജാപതികളുടെ അധ്യക്ഷനായ സാക്ഷാൽ ബ്രഹ്മദേവൻ, ജ്ഞാനപരിപൂർണനായ പരമശിവൻ, ദക്ഷൻ മുതലായ പ്രജാധ്യക്ഷന്മാർ, ജന്മം മുതൽക്ക് ബ്രഹ്മചര്യവ്രതത്തെ ദീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സനകാദിയോഗികൾ, മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ഞാൻ, നാരദൻ മുതലായ വേദനിപുണന്മാർ, യുക്തിപൂർവം വാദം ചെയ്യുവാൻ സമർത്ഥന്മാരായ മറ്റനേകം പേർ, തപസ്, ഉപാസന, സമാധി മുതലായ ഉപായങ്ങൾ കൊണ്ട് കാണുവാൻ വളരെ പരിശ്രമിക്കുന്നുവെങ്കിലും എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായ പരമേശ്വരനെ ഇന്നും കാണുന്നില്ല. നാരദാദികൾ ഈശ്വര സാക്ഷാത്കാരമുള്ളവർ തന്നെയെങ്കിലും ആ അവസ്ഥ സിദ്ധിപ്പാൻ വളരെ പ്രയാസമാണെന്ന് കാണിപ്പാൻ വേണ്ടിയിട്ടാണ് ഈ വിധം പറഞ്ഞിരിക്കുന്നത്. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്തൗരു വിസ്തരേ മന്ത്രലിംഗേർവ്യവച്ഛിന്നം ഭജന്തോന വിദുപ്പരം. അർത്ഥവിചാരം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവധി കാണാതിരിക്കുന്നതും അസംഖ്യം ഗ്രന്ഥങ്ങളുള്ളതുകൊണ്ട് വളരെ വിസ്താരമേറിയതുമായ ശബ്ദബ്രഹ്മത്തിൽ വേദത്തിൽ പരിശ്രമിക്കുന്ന ഇന്ദ്രാദി ദേവന്മാരുടെ സ്വരൂപത്തിൽ മന്ത്രങ്ങളെ കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരമേശ്വരനെ ഭജിക്കുന്നവരാകുന്നുവെങ്കിലും അപരിച്ഛിന്നനായ ഭഗവാനെ പരിച്ഛിന്നഭാവത്തിൽ ഭജിക്കുന്നവരാകയാൽ അവർ ഭഗവാന്റെ പരമതത്വത്തെ അറിയുന്നില്ല. യഥായമനുഗൃഹ്ണാതി ഭഗവാൻ ആത്മഭാവിതഃ സജഹാതി മതീം ലോകേ വേദേജ പരിനിഷ്ഠിതാം. അന്ധക്കരണത്താൽ നിരന്തരം ധ്യാനിക്കപ്പെടുന്ന ഭഗവാൻ എപ്പോൾ യാതൊരുവനെ അനുഗ്രഹിക്കുന്നുവോ അപ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവനും ഭഗവാന്റെ നേർക്കു തിരിയും. അതുനിമിത്തം അവൻ ലോകമര്യാദയിലും വേദമര്യാദയിലും ഉറച്ചിരിക്കുന്ന ബുദ്ധിയെ ഉപേക്ഷിക്കും. ലോകവേദ മര്യാദാ ചിന്തന രൂപമായ ശ്രദ്ധയെ അവൻ വിടുകയും നിരന്തരം ഭഗവാനിൽ ശ്രദ്ധയുള്ളവനായിരിക്കുകയും ചെയ്യുമെന്ന് സാരം. തസ്മാത് കർമ്മസു ബർഹിഷ്മൻ അജ്ഞാനാദർത്ഥകാശിഷു മാർത്തദൃഷ്ടീം കൃതാ ശ്രോത്ര സ്പർശിഷു അവസ്പൃഷ്ടവസ്തുഷു. ഭഗവത് ചിന്തനം ഒന്നു തന്നെ ഭഗവാന്റെ പ്രസാദം ലഭിപ്പാൻ പ്രധാന കാരണമെന്ന ഹേതുവാൽ ഹേ ബർഹിസെ, അറിവില്ലാത്തവർക്ക് പരമബല സാധനമാണെന്നുള്ള ഭ്രമത്തെ ജനിപ്പിക്കുന്നതിനും സ്വർഗാദി ദുഃഖങ്ങളെപ്പറ്റി പറയുന്നതിനാൽ കർണങ്ങൾക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതും പരമാർത്ഥത്തിൽ സംസാരബന്ധത്തെ തീർത്ത് പരമപുരുഷാർത്ഥത്തെ നൽകുന്നതിന് സമർത്ഥമല്ലാതിരിക്കുന്നതുമായ കർമ്മങ്ങൾ മോക്ഷസാധനങ്ങളാണെന്ന് അങ്ങയ്ക്ക് തോന്നാതിരിക്കണം. സ്വം ലോകം ന വിദുസ്തേ വൈ എത്ര ദേവോ ജനാർദ്ദനഃ ആഹുർധൂമ്രധിയോ വേദം സകർമ്മകമദ്യുതഃ. ഇന്ദ്രാദി ദേവന്മാരെ സന്തോഷിപ്പിക്കുവാനും സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുവാനും ഉപകരിക്കുന്ന കർമ്മങ്ങളെ പ്രതിപാദിക്കുന്നതാണ് വേദത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നവർ
വേദാർത്ഥത്തെ അറിഞ്ഞവരല്ല. അവരുടെ ബുദ്ധിക്ക് വേദാർത്ഥം അറിയുവാൻ മതിയായ പരിശുദ്ധി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാനാണെന്ന് ഭഗവാൻ തന്നെ വേദാർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നു. ആ ഭഗവാനാകട്ടെ ജനങ്ങളുടെ മായാബാധയെ നശിപ്പിച്ച് പരമാനന്ദ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നവനാകുന്നു. ഏതൊന്നിൽ സ്വാത്മഭൂതനായ ശ്രീഹരി പ്രകാശിക്കുന്നുവോ അതാണ് വേദം എന്ന് വരുമ്പോൾ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്നതാണ് വേദത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നവർ വേദാർത്ഥം അറിഞ്ഞവരല്ലെന്ന് സ്പഷ്ടമാണല്ലോ. ആസ്തീര്യദർഭൈ പ്രാഗഗ്രൈ കാൽസന്യേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വദാന്മാനി കർമ്മനാവേശിയത് തത്കർമ്മഹരിതോഷം യത് സാ വിദ്യ തന്മതിർജയ. യാഗാദി കർമ്മങ്ങളിൽ അതിശ്രദ്ധയോടുകൂടി കിഴക്കോട്ട് മുഖം തിരിച്ചുവെച്ച ദർഭകളെ കൊണ്ട് ഭൂമിയെ മുഴുവനും ആച്ഛാദനം ചെയ്തുകൊണ്ടും അസംഖ്യം പ്രാണികളെ വധിച്ചുകൊണ്ടും ഞാൻ അനേകം മഹായാഗങ്ങൾ നടത്തിയ മഹാരാജാവ് എന്ന് അഭിമാനിച്ചും എനിക്ക് സമനായിട്ട് ആരിയ്ക്കുന്നു എന്ന് ഗർവിച്ചും കൊണ്ട് കർമ്മങ്ങളെ നടത്തിയ അങ്ങ് കർമ്മത്തിൻ്റെ ലക്ഷണവും പ്രയോജനവും എന്താണെന്നറിഞ്ഞിട്ടില്ല. കർമ്മസ്വരൂപത്തെയും പരമപ്രയോജനത്തെയും ഞാൻ പറയാം, കേട്ടുകൊള്ളുക. ഏതൊരു കർമ്മം ചെയ്താൽ ശ്രീഹരിപ്രസാദം ലഭിക്കുമോ അതാണ് കർമ്മം. ശ്രീഹരിയിൽ ദൃഢമായ ഭക്തിയെ യാതൊന്ന് ജനിപ്പിക്കുമോ അതാണ് വിദ്യ. പുനർജന്മ മരണങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഭേദദർശനം നിമിത്തം ചെയ്യുന്ന പ്രാണീവധം സർവാത്മാവായ ഹരിയെ സന്തോഷിപ്പിക്കുകയില്ല. ഏകനായ പരമാത്മാവിനെ അനേകമായിട്ട് കാട്ടിത്തരുന്നത് വിദ്യയുമല്ല. ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിരീശ്വരഃ തത്പാദമൂലം ശരണം യദക്ഷേമോ നൃണാമിഹ. ശരീരങ്ങളെ ധരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആത്മാവും അവരെ അതാതു വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്നവനും അതാതു കർമ്മങ്ങളുടെ ബലത്തെ ദാനം ചെയ്യുന്ന സർവേശ്വരനും ശ്രീഹരിയാകുന്നു. ആ ദേവൻ്റെ പാദമൂലത്തെ ശരണം പ്രാപിക്കുന്നത് തന്നെ മനുഷ്യന്മാർക്ക് ഈ ജന്മത്തിൽ ക്ഷേമത്തിന് കാരണം. സവൈ പ്രിയതമശ്ചാത്മാ യദോനഭയമണ്ണുഭി ഇതി വേദ സവൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരിഹി. ഏവർക്കും അത്യന്തം പ്രേമാസ്പദമായിരിക്കുന്നത് യാതൊന്നോ ആ ആത്മാവ് ശ്രീഹരിയാകുന്നു. അവനിൽ നിന്ന് അണുമാത്രവും ഭയം ആർക്കുമുണ്ടാകുകയില്ല. ഈ വിധം അറിയുന്നവൻ യാതൊരുവനോ അവൻ തന്നെ വിദ്വാൻ. അപ്രകാരം വിദ്വാനായവനാരോ അവൻ തന്നെ ഉപദേശിപ്പാൻ സമർത്ഥനായ ഗുരു, അവൻ തന്നെ ശ്രീ. നാരദ ഉവാച പ്രശ്ന ഏവം ഹി സംചിന്നോ ഭവത പുരുഷർഷഭ അത്രമേ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം. നാരദൻ പറഞ്ഞു, ഹേ പുരുഷശ്രേഷ്ഠ, മോക്ഷമാർഗത്തെക്കുറിച്ച് അങ്ങ് ചെയ്തതായ ചോദ്യത്തിന് ഞാൻ ഈ വിധം മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് കാലതാമസം കൂടാതെ പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് അറിയിപ്പിക്കുവാനായി ഈ സംഗതിയിൽ വിദ്വാൻമാർ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നതും ദേവഗുഹ്യവുമായ സംഗതിയെ ഞാൻ പറയാം, കേൾക്കുക. ക്ഷുദ്രം ചരം സുമനസാം ശരണേ മിദിത്വാ രക്തം ഷഡംഗ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ മൃഗാനസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയലുബ്ധ ബാണഭിന്നം. മുന്നിലും പിന്നിലും കൂടി ആപത്ത് വന്നെടുക്കുന്നതായാൽ അതിവേഗത്തിൽ നിവൃത്തി കാണണം. കാര്യം നീട്ടിവെക്കുന്നത് ദോഷകരമാണെന്നറിയിപ്പിക്കുവാൻ ഒരു മാനിനെ ദൃഷ്ടാന്തപ്പെടുത്തി ഉപദേശിക്കുന്നു. അല്പകാലം അല്പവേഗതയിൽ അല്പൽ പദാർത്ഥങ്ങളെ ആഗ്രഹിച്ചു സഞ്ചരിക്കുന്ന സ്വഭാവമുള്ളതായ ഒരു മാൻ പുഷ്പാതിരമ്യ പദാർത്ഥങ്ങളുള്ള ഒരു വനത്തിൽ പേടയുമായി ക്രീഡിച്ചും ആ ക്രീഡയിൽ തന്നെ മനസ്സിരുത്തിയും കൊണ്ട് പേടയോടുകൂടെ സഞ്ചരിക്കുമ്പോൾ അന്യപ്രാണികളുടെ മാംസം കൊണ്ട് ദേഹപോഷണം ചെയ്യുന്ന ചെന്നായ്ക്കൾ മുമ്പിൽ നടക്കുന്നുണ്ടെന്ന് അറിയാതെ ഇരിക്കുന്നതിനാൽ ആ ചെന്നായ്ക്കൾ തന്നെ ഹിംസിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല. പിൻഭാഗത്തുകൂടി വരുന്ന വേടൻ്റെ ബാണം തൻ്റെ ദേഹത്തിൽ തറയ്ക്കുന്നതിനടുത്തിരിക്കുന്നു എന്നും അറിഞ്ഞിട്ടില്ല. പൂന്തേൻ നുകർന്ന് രസിച്ച് മുരണ്ടു പറക്കുന്ന വണ്ടുകളുടെ ശബ്ദം കേട്ട് ആനന്ദിക്കുന്നതിൽ മനസ്സിരുത്തിയും കൊണ്ട് സഞ്ചരിക്കുന്ന മാനിൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു കൊള്ളുക. മുൻഭാഗത്ത് ചെന്നായ്ക്കളും പിൻഭാഗത്ത് വേടനുമുള്ളതുകൊണ്ട് എത്ര നേരം ഈ വണ്ടിന്നാഥ ശ്രവണാനന്ദവും പേടമാനിനോടുള്ള ചേർച്ചയിൽ നിന്ന് സിദ്ധിക്കുന്ന ആനന്ദവും അനുഭവിപ്പാൻ സാധിക്കുമെന്ന് ഓർക്കാത്ത മാനിൻ്റെ അവസ്ഥയല്ലയോ മനുഷ്യരുടെ അവസ്ഥ. സുമനസ്സമധർമ്മണാം സ്ത്രീണാം ശരണാശ്രമേ പുഷ്പമധുഗന്ധവത് ക്ഷുദ്രതമം കാമ്യകർമ്മ വിഭാഗജം കാമസുഗലവം ജൈഹ്യൗപസ്ത്യാദിവിജിന്യന്തം മിഥുനീയ ഭൂയ തദവിനിവേശിതമനസം ഷഡംഗ്രിഗണ സാമഗീതവദതി മനോഹരവനിതാദിജനാലാപേഷ്വതി തരാമതി പ്രലോഭിത കർണമഗ്രേ
വൃഗയൂതവദാത്മന ആയുർഹരദോഹോരാത്രാന്താൻ കാലലവവിശേഷാന വിഗണയ്യ ഗൃഹേഷു വിഹരന്തം പൃഷ്ടതയേവ പരോക്ഷമനുവൃത്തോ ലുബ്ധഗഃ കൃതാന്തോന്തശരേണ യമിഹ പരാവിദ്യതി തമിമമാത്മനമഹോരാജൻ ഭിന്നഹൃദയം ദ്രഷ്ടുമർഹസീതി. മാനിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞതിനെ സ്പഷ്ടമാക്കുന്നു. വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ ഭംഗിയുള്ളവയെന്ന് കരുതി സ്വാധീനത്തിലാക്കുവാൻ മനുഷ്യർ യത്നിക്കുന്നുവെങ്കിലും അധിക സമയം കഴിയും മുമ്പേ ദളങ്ങൾ വാടി ഉണങ്ങിപ്പോകുമ്പോൾ സൗന്ദര്യവും പോയിക്കഴിഞ്ഞു. അതുപോലെ യൗവനയുക്തകളായ സ്ത്രീകളുടെ അവയവഭംഗി കണ്ടു മോഹിക്കുന്ന ജനം അവരോടുകൂടെ ചേർന്നിരിക്കുന്നതിനായി പരിശ്രമിക്കുന്നു. ആ ചേർച്ച കൊണ്ട് സിദ്ധിക്കുന്ന സുഖം എത്രയോ തുച്ഛവും ക്ഷണികവുമാകുന്നു. പൂന്തേൻ നുകരുന്ന സമയത്തിൽ അനുഭവപ്പെടുന്ന ഒരു മധുരസം പോലെ അല്പസമയത്തിൽ യൗവനം കഴിയുന്നതുവരെ മാത്രം അതൊരു സുഖമാണെന്ന് തോന്നും. ജന്മജന്മാന്തരങ്ങളിൽ ബലകാംക്ഷയോടുകൂടെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇഹലോകത്തിലെ സുഖസാധനങ്ങളായ ഗൃഹധനാദി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ആ വക സാധനങ്ങളെ ആഗ്രഹിച്ച് അവയിൽ രമിക്കുന്നത് കൊണ്ട് അനുഭവപ്പെടുന്ന സുഖമോ അതീവ നിസ്സാരം. ജിഹ്വയെയും ഉപസ്ഥത്തെയും തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന സാധനങ്ങളെ തിരഞ്ഞുകൊണ്ട് തന്നെ കാലം കഴിക്കുന്നു. സ്ത്രീ സഹിതനായിരുന്ന് മതിമറന്ന ആ സുഖത്തിൽ മുങ്ങിപ്പൊങ്ങുന്നു. വണ്ടിൻ്റെ നാദത്തിലെന്ന പോലെ സ്ത്രീ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിൽ ആനന്ദിക്കുന്നു. മാനിനെ കൊന്നു ഭക്ഷിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്ന ചെന്നായ്ക്കൾ എന്ന പോലെ വിഷയത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ ആയുസ്സിനെ അപഹരിച്ചുകൊണ്ട് മുമ്പിൽ സഞ്ചരിക്കുന്ന നിമേഷാദി കാലത്തെയോ വ്യാധികൾ കൊണ്ട് ഉള്ളിൽ കൂടി ശരീരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്തകനെയെക്കുറിച്ച് ആലോചിക്കാതെ ഗൃഹധർമ്മങ്ങളിൽ ക്രീഡിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം നിഷ്ഫലമായി പോകുന്നു. ഇതാണ് വിഷയാസക്തൻ്റെ സ്ഥിതി. അല്ലയോ രാജാവേ, അങ്ങിപ്പോൾ തന്നെ ജാഗരൂകനായിരിക്കേണ്ടതാണ്. അങ്ങയുടെ ഹൃദയത്തിലാണ് മുറിവേറ്റിരിക്കുന്നതെന്നറിഞ്ഞുകൊള്ളുക. സത്വം വിജിഷ്യ മൃഗചേഷ്ടിതമാത്മനോന്തം ചിത്തം നിയച്ച ഹൃദി കർണധുനീം ച ചിത്തേ ജഹ്യങ്കനാശ്രമമസത്തമയൂതഗാതം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. ഹേ രാജൻ, മുകളിൽ പറഞ്ഞ മൃഗമെന്ന പോലെ അങ്ങിപ്പോൾ മൃതപ്രായനായിരിക്കുന്നതിനെ നന്നായി ധരിക്കണം. നിസ്സാര സുഖങ്ങളെ അന്വേഷിക്കുന്ന ചിത്തവൃത്തിയെ ആത്മഹൃദയാന്തർഭാഗത്തിൽ അടക്കുക. മനസ്സിനെ ബാഹ്യസുഖങ്ങളിലേക്ക് ആകർഷിക്കുന്ന ശ്രോത്രാദി വൃത്തികളെ വിചാരശക്തി കൊണ്ട് നിരോധിച്ച് ചിത്തത്തിൽ തന്നെ ലയിപ്പിക്കുക. ഭഗവദ്വിമുഖന്മാരായ ജനങ്ങളുടെ സംസർഗത്തിനും അവരുടെ സംഭാഷണം കേൾക്കുന്നതിനും കാരണമായിരിക്കുന്ന ഗൃഹാശ്രമത്തെ ദൂരെ വിട്ടുകളയുക. പരിശുദ്ധന്മാരായ പരമഹംസന്മാർ ആശ്രയിച്ചിരിക്കുന്ന ഭഗവാനെ പ്രസാദിപ്പിക്കുക. ക്രമത്തിൽ സംസാര സങ്കടങ്ങളിൽ നിന്ന് ആത്യന്തിക നിവൃത്തിയെ പ്രാപിക്കുക. രാജോവാച ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാന്യതഭാഷത നൈതജ്ഞാനന്ത്യുപാധ്യായാഹ കിം ന ബ്രൂയുർ വിദുര്യതി. രാജാവ് പറഞ്ഞു, ഹേ ബ്രഹ്മൻ, ജ്ഞാനസ്വരൂപനായ അങ്ങ് ഉപദേശിച്ചതിനെ മനസ്സിരുത്തി കേൾക്കുകയും അർത്ഥം ചിന്തിക്കുകയും ചെയ്തു. എനിക്ക് കർമ്മമാർഗങ്ങളെ ഉപദേശിച്ച ആചാര്യന്മാർ ഈ തത്വം അറിയുന്നില്ല, അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നില്ല. സംശയോത്ര തുമേ വിപ്ര സംഛിന്നസ്തത്കൃതോ മഹാൻ ഋഷയോ വിഹിമുഹ്യന്തി എത്ര നേന്ദ്രിയവൃത്തയഃ. ഉപാധ്യായന്മാർ ഉപദേശിക്കാതിരുന്നതുകൊണ്ട് ആത്മതത്വത്തിൽ എനിക്കുണ്ടായിരുന്ന ബലമായ സംശയം അങ്ങയുടെ ഉപദേശം നിമിത്തം മൂലത്തോടുകൂടെ നശിച്ചു. എൻ്റെ ആചാര്യന്മാർ ഈ തത്വത്തെ എന്നോട് ഉപദേശിക്കാത്തതിൽ ആശ്ചര്യം തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയവൃത്തികൾക്ക് എത്തുവാൻ കഴിയാത്തതായ ആത്മതത്വം നിർണയിക്കുന്നതിൽ ഋഷികൾ കൂടെ മോഹിക്കാറുണ്ടല്ലോ. കർമാണ്യാരഭതേന പുമാനിഹ വിഹായതം അമുത്രാന്യേന ദേഹേന ജുഷ്ടാനി സ യദശ്നുതേ. ഹേ ഭഗവൻ, പുരുഷൻ ഏതൊരു സ്ഥൂലദേഹം കൊണ്ട് ഈ ലോകത്തിൽ കർമ്മങ്ങളെ നടത്തുന്നുവോ ആ കർമ്മബലങ്ങളായിട്ട് സ്വർഗത്തിലോ നരകത്തിലോ ലഭിക്കുന്ന ഭോഗങ്ങളെ അനുഭവിക്കുന്നത് അന്യമായ ദേഹം കൊണ്ടാകുന്നു. കർമ്മം ചെയ്യുന്നതിനുപയോഗിച്ച സ്ഥൂല ശരീരത്തെ ദേഹി ഈ ലോകത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു എന്നാണല്ലോ ശാസ്ത്രം അറിഞ്ഞവർ പറയുന്നത്. ഇത് യുക്തമോ? കർമ്മം ചെയ്യാൻ മുഖ്യോപാധിയായ സ്ഥൂലദേഹത്തിൻ്റെ സംബന്ധം കൂടാതെ അതിസൂക്ഷ്മമായ ലിംഗദേഹമാകുന്ന ഉപാധി കൊണ്ട് ജീവൻ എങ്ങനെയാണ് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നത് എന്നൊരു സംശയം.
ഇതി വേദവിദാം വാദഃ ശ്രൂയതേ തത്ര തത്രഃ കർമ്മയത് ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. ഇപ്രകാരം ശാസ്ത്രങ്ങളിൽ അവിടവിടെ വേദമറിഞ്ഞവർ പറഞ്ഞതായിട്ട് കേൾക്കുന്നു. വേദത്താൽ പറയപ്പെട്ടിരിക്കുന്ന യത്നാദി കർമ്മങ്ങൾ യാതൊന്നോ അത് പരലോകത്തിലില്ല. ഭോഗകാരണമായ കർമ്മം കാണപ്പെടാതിരിക്കെ ബലം എങ്ങനെ കർമ്മസംബന്ധമില്ലാതെ പരലോകത്തിൽ അനുഭവപ്പെടും? ഇത് രണ്ടാമത്തെ സംശയം. നാരദ ഉവാച യേനൈവാരഭതേ കർമ്മ തേനൈവാമുത്ര തത്പുമാൻ ഭുങ്ക്തേ ഹ്യവ്യവധാനേന ലിംഗേന മനസാ സ്വയം. നാരദർ പറഞ്ഞു, ജീവാത്മാവ് മനോരൂപമായിരിക്കുന്ന യാതൊരു ലിംഗദേഹത്തോട് യോജിച്ചിട്ട് ഈ ലോകത്തിൽ കർമ്മങ്ങളെ ചെയ്തുവോ ആ ലിംഗദേഹമാകുന്ന ജീവോപാധി നശിക്കുന്നില്ല. അതോടുകൂടെ തന്നെ പരലോകത്തിൽ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. അതിനാൽ ആദ്യത്തെ സംശയത്തിന് കാരണമില്ല. ലിംഗദേഹം ഉപകരണം, ജീവൻ കർത്താവ്. ആ ഉപകരണവും കർത്താവും പരലോകത്തിലുമുണ്ട്. ഇതിനെ അല്പം സ്പഷ്ടമാക്കാം. രാജാവിനുണ്ടായ സംശയം കർമ്മം ചെയ്തത് സ്ഥൂലദേഹമല്ലേ, അതിനെ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. പരലോകത്തിൽ സുഖദുഃഖാനുഭവത്തിന് ഉപകരണം ഏത് എന്നായിരുന്നു. ജഡമായ സ്ഥൂലദേഹത്താൽ കർമ്മം ചെയ്യപ്പെടുന്നുവെങ്കിലും സൂക്ഷ്മദേഹമായ മനസ്സിനാണ് കർമ്മത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മനസ്സുകൊണ്ടുള്ള വിചാരമാണ് ആദ്യം, രണ്ടാമതാണ് കർമ്മം. ആ മനസ്സാകുന്ന സൂക്ഷ്മദേഹം മരണത്തിൽ നശിക്കുന്നില്ല. ജ്ഞാനം കൊണ്ട് മാത്രമേ അത് നശിക്കുകയുള്ളൂ. അതുകൊണ്ട് പരലോകത്തിൽ ജീവന് സുഖദുഃഖങ്ങളെ അനുഭവിപ്പാൻ അതേ ലിംഗശരീരം ഉണ്ടെന്ന് സാരം. ശയാനമിമമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ മമൈതേ മനസാ യദ്യത്സാവഹമിതി ബ്രുവൻ ഗൃഹ്ണീയാത് തത്പുമാൻ രാദ്ധം കർമ്മയേന പുനർഭവഃ. സ്ഥൂലദേഹം കൊണ്ട് കർമ്മം ചെയ്യുന്നു. സ്ഥൂലദേഹമില്ലെങ്കിൽ കർമ്മമില്ല. അതിനെ ഇവിടെ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് കർമ്മബലാനുഭവം പരലോകത്തിൽ ഉണ്ടാവാൻ അവകാശമില്ല എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. സ്ഥൂലദേഹം ജീവാത്മാവിന് ആധാരം മാത്രമല്ലാതെ കർമാനുഷ്ഠാനത്തിൽ പ്രാധാന്യം അതിനില്ല. ലിംഗദേഹത്തിനാണ് പ്രാധാന്യം. ഒരു പുരുഷൻ ഒരു ഗൃഹത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ ഗൃഹം എങ്ങനെ അവൻ്റെ കർമ്മത്തിന് പ്രധാന കാരണമാകുന്നില്ലയോ, അതുപോലെ സ്ഥൂലദേഹം പ്രധാന കാരണമല്ല എന്ന സംഗതിയെ സ്വപ്ന ദൃഷ്ടാന്തത്താൽ ഉപദേശിക്കുന്നു. ഉറങ്ങുന്ന പുരുഷൻ ജീവസാന്നിധ്യമുള്ളതും ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നതുമായ സ്ഥൂലദേഹത്തോട് സംബന്ധിക്കാതെ സ്ഥൂല ശരീരത്തിൻ്റെ ഓർമ്മയില്ലായ്മ തന്നെ സംബന്ധാഭാവം. ജീവസൂക്ഷ്മോപാധിയായ മനസ്സിൽ സ്ഫുരിക്കുന്ന കർമ്മബലത്തെ, സുഖദുഃഖങ്ങളെ സ്വപ്നത്തിൽ ഏതുവിധം അനുഭവിക്കുന്നുവോ അതുപോലെ മരണാനന്തരവും ലിംഗശരീരയുക്തനായിട്ട് പുണ്യപാപഫലങ്ങളെ അനുഭവിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. പുരുഷൻ മനസ്സുകൊണ്ട് പുത്രഭാര്യ ധനധാന്യാദികളെ എൻ്റേതെന്ന് അഭിമാനിക്കുന്നു. ശരീരത്തെക്കുറിച്ച് ഞാനെന്നും ഈ നാമധേയമുള്ളവൻ ഈ ജാതിയിൽ ജനിച്ചവനെന്നും ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്തവൻ ഞാനെന്നും ബലമായി അഭിമാനിക്കുന്നു. അതുനിമിത്തം ഇഹലോകത്തിൽ അവരോടെല്ലാം ബന്ധപ്പെട്ടവനായിട്ട് കർമ്മം ചെയ്യുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ഇങ്ങനെ അഭിമാനിക്കുന്ന ലിംഗശരീര സംബന്ധം നിമിത്തം പുനർജന്മവുമുണ്ടാകുന്നു. യഥാനുമീയതേ ചിത്തമുപൈരേന്ദ്രിയേ ഹിതൈഹി ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിഃ. രണ്ടാമത്തെ സംശയത്തിന് ഉത്തരം പറയുന്നു. വേദോക്ത കർമ്മങ്ങൾ ഉത്തരക്ഷണത്തിൽ നശിക്കുന്നു, പിന്നെ കാണപ്പെടുന്നില്ല. പ്രത്യക്ഷമല്ലാതിരിക്കുന്ന ആ കർമ്മങ്ങളിൽ നിന്ന് പരലോകത്തിൽ അനുഭവയോഗ്യങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുവാൻ അവകാശമില്ലല്ലോ എന്നാണ് രണ്ടാമത്തെ സംശയം. പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് ഇല്ലെന്ന് പറയുവാൻ പാടില്ല. അനുമാന പ്രമാണത്താൽ ഉണ്ടെന്ന് അറിയുവാൻ സാധിക്കും. ഏതൊന്ന് ഇന്ദ്രിയഗോചരമല്ലയോ ആ വസ്തുവിന് നിയമം കൽപ്പിക്കുന്നത് അനുഭവത്തിന് വിരോധമാണ് എന്ന് കാണിക്കുന്നു. ചിത്തമുണ്ടെന്ന് എങ്ങനെ അറിയുന്നു? കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അവയെ ആ പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നതായ ചിത്തം അന്തർഭാഗത്തിൽ ഉണ്ടെന്ന് അനുമാനിക്കുന്നു. കാലം, ദിക്ക്, ആകാശം, മനസ്സ്, ആത്മാവ് ഇവയൊന്നും ഇന്ദ്രിയഗോചരങ്ങളല്ല. കാര്യം കണ്ടിട്ട് കാരണത്തെ അനുമാനിക്കണം. ഇതുപോലെ തന്നെ ഓരോരുത്തരുടെയും ചിത്തവൃത്തികൾ ഓരോ വിധത്തിലിരിക്കുന്നു. ഭിന്നവൃത്തികൾ എങ്ങനെ ഉണ്ടാകുന്നു? ഭിന്നവാസനകളാണ് വൃത്തിഭേദങ്ങൾക്ക് കാരണം. കർമ്മങ്ങളുടെ ആവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസ്കാരമാണ് വാസന. ഈ ശരീരം കൊണ്ട് പ്രവൃത്തി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചിത്തവൃത്തികളിൽ കൂടെ പ്രകാശിക്കുന്ന വാസനകൾക്ക് ഹേതുഭൂതങ്ങളായ കർമ്മങ്ങൾ ഈ ദേഹം ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ദേഹങ്ങളാൽ
അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അനുമാനിക്കാവുന്നതാകുന്നു. അതുകൊണ്ട് അപ്രത്യക്ഷത അഭാവത്തിന് കാരണമല്ലെന്ന് കാണണം. സാനുഭൂതം കോചാനേന ദേഹേന ദൃഷ്ടമശ്രുതം കഥാചിതുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി. ജന്മാന്തര കർമ്മങ്ങളുടെ വാസനാരൂപത്തിലുള്ള സ്ഥിതി ഈ ശരീരത്തിലുണ്ടെങ്കിൽ അന്നത്തെ ലിംഗദേഹവും ഈ സ്ഥൂലദേഹമാകുന്ന വീട്ടിലിരിക്കുന്നുണ്ടെന്ന് സമ്മതിക്കാതെ കഴിയുകയില്ലെന്ന് ഉറപ്പിക്കുവാൻ സർവാനുഭൂതമായ സ്വപ്ന മനോരഥാദി ഭാവങ്ങളെ ഉദാഹരിക്കുന്നു. ഈ ശരീരത്താൽ ഒരു കാലത്തും ഒരു ദിക്കിലും വെച്ച് അനുഭവിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഓരോ രൂപങ്ങളും സുഖദുഃഖാദി ഭാവങ്ങളും ചിലപ്പോൾ സ്വപ്നത്തിലോ മനോരഥാവസ്ഥയിലോ സ്ഫുരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അതിനാൽ ഈ അനുഭവത്തിന് കാരണമായ കർമ്മബലം ലയിച്ചിരിക്കുന്നതും ആ കർമ്മത്തെ മുജ്ജന്മം നടത്തിയിരുന്നതുമായ സൂക്ഷ്മമായ ലിംഗദേഹം ഇന്നത്തെ സ്ഥൂലദേഹമായ ഭവനത്തിൽ വസിക്കുന്നുണ്ടെന്ന് സ്പഷ്ടമാകുന്നു. തേനാസ്യത്താദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വാനനുഭൂതോർത്തോ നമന സ്രഷ്ടുമർഹതി. ഇപ്രകാരമുള്ള അനുഭവമുള്ളതുകൊണ്ട് ഹേ രാജൻ, ലിംഗശരീരത്തിൽ ലയിച്ചിരിക്കുന്ന പൂർവ്വ സംസ്കാരങ്ങളോട് കൂടിയിരിക്കുന്ന ജീവാത്മാവിന് ഈ ശരീരത്തിൽ ആ സംസ്കാരങ്ങളെ അനുസരിച്ച ഭാവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അങ്ങ് വിശ്വസിക്കുക. അനുഭവിച്ചിട്ടില്ലാത്തതിനെ സ്ഫുരിപ്പിക്കുവാനുള്ള ശക്തി മനസ്സിനില്ല. മനയേവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തദൈവന ഭവിഷ്യതഃ. ഈ ജന്മത്തിൽ ഒരുവൻ്റെ മനസ്സിൽ അധികം പ്രകാശിക്കുന്നത് വിഷയാവേശമോ ധർമാവേശമോ ഭഗവതാവേശമോ എന്നറിഞ്ഞാൽ ഇതിനു കാരണമായ അഭ്യാസം പൂർവ്വജന്മങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ അഭ്യാസം അനുസരിച്ചുള്ള ജന്മം ഇനിമേലിൽ ഉണ്ടാകുമെന്നും മോക്ഷാധികാരിയോ അല്ലയോ എന്നും മനോവൃത്തികളിൽ നിന്ന് ധരിക്കാം. ഈ വൃത്തികൾ പുറപ്പെടുന്നതുകൊണ്ട് പൂർവ്വലിംഗദേഹം നശിച്ചിട്ടില്ലെന്നും നിശ്ചയിക്കാം. അദൃഷ്ടമശ്രുതം ചാത്ര ക്വചിൻ മനസി ദൃശ്യതേ യഥാ തദാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. ഈ ജന്മത്തിൽ കാണാത്തതും കേൾക്കാത്തതുമായ ദേശങ്ങളെയും കാലങ്ങളെയും ക്രിയകളെയും ആശ്രയിച്ചിരിക്കുന്ന ഓരോ സുഖദുഃഖങ്ങൾ സ്വപ്നാദ്യവസ്ഥകളിൽ ഒരുവന് അനുഭവപ്പെടുന്നതുപോലെ മറ്റുള്ളവർക്കും അനുഭവപ്പെടാറുണ്ടെന്ന് അനുമാനിച്ചു കൊള്ളണം. നിദ്രാദോഷമാണ് സ്വപ്നാദി കാരണമെങ്കിൽ ആ ദോഷം എല്ലാവർക്കും സമാനമായിരിക്കെ ബലത്തിൽ ഭേദം കാണുവാനുള്ള അവകാശം കർമ്മങ്ങളുടെ വിചിത്രതയാണെന്ന് അനുമാനിക്കുവാൻ അവകാശമുണ്ട്. സർവേ ക്രമാനുരോധേന മനസീന്ദ്രിയഗോചരാഃ ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാഃ. എല്ലാവർക്കും ഈ മാതിരി അനുഭവമുണ്ടാകണമെന്ന് നിയമമുണ്ടോ എന്ന് ശങ്കിക്കണ്ട. ഇത് സാധാരണ നിയമം തന്നെ. എന്തുകൊണ്ടെന്നാൽ എല്ലാ ജനങ്ങളും മനസ്സ് എന്ന ഒരു തത്വത്തോടു കൂടിയവർ തന്നെ. അവരെല്ലാവരുടെയും പുണ്യപാപ കർമ്മങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശുഭാശുഭ വാസനകൾ മനസ്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ക്രമത്തെ അനുസരിച്ച് സുഖങ്ങളോ ദുഃഖങ്ങളോ അവരുടെ മനസ്സിൽ സ്ഫുരിക്കും, ഓർമ്മയിൽ വരും, മറയുകയും ചെയ്യും. ശുഭകർമ്മങ്ങളുടെ സ്ഫുരണം സുഖരൂപമായും അശുഭകർമ്മസ്ഫുരണം ദുഃഖരൂപമായും അനുഭവപ്പെടും. ഇത് സർവ്വസാധാരണമാണ്. സത്വൈകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസി വേദ മുപരാജ്യവഭാസതേ. സുഖദുഃഖാത്മകമായ ഈ ലോകം വാസ്തവത്തിൽ അവസ്തുവാകുന്നുവെങ്കിലും സത്വഗുണപ്രധാനമായും അതുനിമിത്തം ഭഗവാന്റെ സമീപത്തിൽ ഇരിക്കുന്നതുമായ മനസ്സിൽ ചന്ദ്രനിൽ രാഹുവെന്നുപോലെ പ്രതിബിംബരൂപേണ വിളങ്ങുന്നു. രാഹു കാണാൻ കഴിയുന്ന ഒരു ഗ്രഹമല്ല, ചന്ദ്രനിൽ പ്രതിഫലിക്കുമ്പോൾ അതിനെ കാണാം. അതുപോലെ പാരമാർത്ഥിക സത്തയില്ലാത്തതായ ലോകം പാരമാർത്ഥിക സത്താസ്വരൂപനായ ഭഗവാന്റെ സന്നിധി നിമിത്തം പ്രകാശിക്കുന്ന മനസ്സാകുന്ന ദർപ്പണത്തിൽ പ്രതിബിംബിച്ചിട്ട് വിളങ്ങുന്നു. നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവദീയതേ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. സ്ഥൂലദേഹം നശിച്ചാലും ലിംഗശരീരത്തിന് നാശമില്ലാത്തതുകൊണ്ടും കർത്താവായ ജീവന് മാറ്റമില്ലാത്തതുകൊണ്ടും സുഖദുഃഖരൂപമായ സംസാരം നിലനിൽക്കുന്നുവെന്നാണ് ഇതുവരെ പറഞ്ഞതിലടങ്ങിയ സാരം. ഇവിടെ ഒരു ശങ്കയുണ്ടാവാം. ലിംഗദേഹം ഉണ്ടെന്നിരിക്കലും കർമ്മം ചെയ്യാൻ അധിഷ്ഠാനമായ സ്ഥൂലദേഹം വേണമല്ലോ. എപ്പോഴെങ്കിലും അതില്ലെന്ന് വന്നാൽ സംസൃതിക്ക് നാശം വന്നുകൂടെയോ എന്നാണ് ശങ്കാസ്വരൂപം. ഇതിനു സമാധാനം പറയുകയാണ്. സത്വാദി ഗുണങ്ങളുടെ കാര്യരൂപങ്ങളായിട്ട് കാണപ്പെടുന്ന ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ എന്നിവയുടെ സമൂഹം അനാദിയാകുന്നു.
ഇവയുടെ സമ്മേളനത്തിൽ നിന്ന് സംഭവിച്ചതായ ലിംഗദേഹം ഏതുകാലം വരെ നിലനിൽക്കുന്നുവോ അത്ര കാലവും പുരുഷന് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ശരീരാധ്യാസം നശിക്കുകയില്ല. ലിംഗദേഹം നശിക്കുമ്പോൾ അല്ലാതെ സംസാരോപരിധി ഭവിക്കയില്ല. ലിംഗദേഹാഭിമാനം നിമിത്തം ജീവന് സ്ഥൂലദേഹം യഥാകാലം സിദ്ധിക്കും. സുപ്തിമൂർച്ഛോപതാപേഷു പ്രാണായന വിഘാതതഃ നേഹേ ദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാരയോരവി. സുഷുപ്തി, മോഹാലസ്യം, ഇഷ്ടജനങ്ങളുടെ വിയോഗം നിമിത്തം ഉണ്ടാകുന്ന കഠോര ദുഃഖം, കഠിനമായ ജ്വരം, മരണം എന്നീ അവസ്ഥകളിൽ പ്രാണസ്ഥാനങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് വ്യാകുലത സംഭവിക്ക നിമിത്തം ശരീരാദികളിൽ ഞാനെന്നും ധനാദികളിൽ എൻ്റേതെന്നുമുള്ള ജ്ഞാനം പ്രകാശിക്കുന്നില്ല എന്നു മാത്രമല്ലാതെ അജ്ഞാനകൃതമായ അധ്യാസം ആവക അവസ്ഥകളിൽ തീരെ നശിച്ചിട്ടില്ല. ഗർഭേ ബാലീപ്യ പൗഷ്കല്യാദേകാദശവിധം തഥാ ലിംഗം ന ദൃശ്യതേ യൂനഃ കുഹ്വാം ചന്ദ്രമസോ യഥാ. ഗർഭത്തിലും ബാല്യത്തിലും ഇന്ദ്രിയങ്ങൾ അതിസൂക്ഷ്മങ്ങളായിരിക്കുകയാൽ യൗവനാവസ്ഥയിൽ എന്ന പോലെ ഞാൻ കാണുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന മട്ടിൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ലക്ഷണം സ്പഷ്ടമായി കാണപ്പെടുന്നില്ല. അധ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല കാണപ്പെടാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള അഭിവൃദ്ധി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അസ്പഷ്ടമായിരിക്കുന്നത്. ഉണ്ടെന്നിരിക്കലും പ്രകാശിക്കുന്നില്ല എന്നു പറഞ്ഞതിന് ദൃഷ്ടാന്തം അമാവാസിയിൽ ചന്ദ്രനുണ്ടെന്നിരിക്കലും കലകളുടെ ആവരണം നിമിത്തം പുറമേ കാണപ്പെടാത്തതുപോലെയാകുന്നു. അർത്ഥേഹ്യ വിദ്യമാനേഭി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. അധ്യാസം താനേ തന്നെ നശിക്കും, അപ്പോൾ ദുഃഖവും നശിക്കും. അധ്യാസത്തെ നശിപ്പിക്കുവാനുള്ള പ്രയത്നം വേണമെന്നില്ല. ദുഃഖം വാസ്തവമല്ലെന്ന് വന്നുവല്ലോ, ഇല്ലാത്തതിനെ ഇല്ലാത്തതെന്ന് വരുത്തേണമോ? സ്വതേ തന്നെ അതില്ലാത്തതല്ലേ? അങ്ങനെയിരിക്കെ ഭക്തിജ്ഞാനാദിമാർഗങ്ങളിൽ ക്ലേശം വ്യർത്ഥമല്ലയോ എന്നാണ് ശങ്ക. അതിനെ സ്വപ്ന ദൃഷ്ടാന്തം കൊണ്ട് പരിഹരിക്കുന്നു. ബന്ധം വാസ്തവമല്ല. ധർമാധർമ്മങ്ങളും അതുനിമിത്തമുണ്ടെന്ന് തോന്നുന്ന സുഖദുഃഖാദികളും വാസ്തവത്തിൽ ഇല്ലെന്നിരിക്കലും ജനനമരണ സ്വരൂപമായ ബന്ധം ജീവന് ഇല്ലാതെയാകുന്നില്ല. ശബ്ദസ്പർശാദി വിഷയങ്ങളെ ധ്യാനിക്കുന്നതുകൊണ്ട് അവയെ സമ്പാദിപ്പാനുള്ള കർമ്മങ്ങളും അതുനിമിത്തം പുണ്യപാപങ്ങളും ജന്മമരണാദികളും ഉണ്ടാകുന്നു. സ്വപ്നത്തിൽ സ്വശിരശ്ഛേദം മുതലായ ദോഷദർശനം നിമിത്തമുണ്ടാകുന്ന ഖേദം മുതലായവ ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തിൽ അനുഭവപ്പെടുന്നു. ആ കാണുന്ന സംഭവം വാസ്തവമല്ലെന്നുള്ള ബോധം ജാഗ്രത അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ അനുഭവത്തിൽ വരുന്നുള്ളൂ. അതുപോലെ അധ്യാസത്തിന് കാരണമായ ആത്മജ്ഞാനത്തെ നശിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഭക്തിജ്ഞാന വൈരാഗ്യാദികളെ അഭ്യസിക്കുവാനുള്ള പരിശ്രമം സഫലമാകുന്നതുവരെ ജീവൻ സംസാരത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. അതിനാൽ താദൃശയത്നം അത്യന്തം ആവശ്യം തന്നെ. ഏവം പഞ്ചവിധം ലിംഗം ത്രിവൃക്ഷോഡശ വിസ്തൃതം ഏഷ ചേതനയാ യുക്തോ ജീവ ഇത്യഭിധീയതേ. അതുകൊണ്ട് അധ്യാസത്തെ നശിപ്പിക്കുവാൻ മതിയായ സാധനം സിദ്ധിക്കുന്നതുവരെ സംസാരം നശിക്കുന്നില്ലെന്ന് നന്നായി ധരിപ്പിക്കുവാൻ ലിംഗശരീര സ്വരൂപത്തെയും അതോട് ചേർന്നിരിക്കുന്ന ജീവൻ്റെ സ്വരൂപത്തെയും വിസ്തരിച്ചുപദേശിക്കുന്നു. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളിൽ നിന്ന് ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളെന്ന 5 വിഷയങ്ങൾ ആദ്യമുണ്ടായി. പിന്നെ അവ കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, മനസ്സ് എന്നിവയുടെ ഉൽപ്പത്തിക്ക് കാരണങ്ങളായി വർദ്ധിച്ചു. ഈ വിധം 16 രൂപത്തിലിരിക്കുന്ന ഗുണകാര്യത്തെ ലിംഗദേഹം എന്ന് പറയുന്നു. ഇതോട് ചേർന്നിരിക്കുന്ന ചൈതന്യമാണ് ജീവൻ. ഇതിൽ നിന്ന് ധരിക്കേണ്ടത് എന്തെന്നാൽ ചൈതന്യത്തെ മാത്രമായിട്ടല്ല ജീവൻ എന്ന് വ്യവഹരിക്കുന്നത്. ലിംഗദേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചൈതന്യം ജീവൻ എന്നു ധരിക്കണം. ലിംഗദേഹം പരിച്ഛിന്നം, അതിനെ അഭിമാനിക്കുന്ന ജീവചൈതന്യവും പരിച്ഛിന്നം. ഇങ്ങനെ വാസ്തവത്തിൽ അപരിച്ഛിന്നമായ ചൈതന്യം ലിംഗദേഹ സംബന്ധം നിമിത്തം പരച്ഛിന്നം എന്ന പോലെ പ്രകാശിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടർത്തുവാൻ ജ്ഞാനാദി സമ്പാദന പ്രയത്നം വേണമെന്ന് സിദ്ധാന്തം. അനേന പുരുഷോ ദേഹാൻ ഉപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന വിന്ദതി. ജീവാത്മാവ് ഈ ലിംഗദേഹത്തിൽ നിന്നും വിട്ടുപിരിയാതെ ഇതിൻ്റെ വാസഭവനങ്ങളായിരിക്കുന്ന ദേവമനുഷ്യാദി ബഹുവിധ ശരീരങ്ങളെ സ്വീകരിക്കുകയും വിടുകയും ചെയ്യുന്നു. ഇഹ പരലോകങ്ങളിൽ
ഇഷ്ടവസ്തുലാഭത്തിൽ സന്തോഷവും, അവയെ അനുഭവിക്കുമ്പോൾ സുഖവും, അവയെ പിരിയുമ്പോൾ ശോകവും, അനിഷ്ടം ചെയ്യുന്നവനിൽ നിന്ന് ഭയവും, അനിഷ്ടപ്രാപ്തിയിലും അനുഭവത്തിലും ദുഃഖവും ജീവൻ അനുഭവിക്കുന്നത് ഈ ലിംഗശരീരമാകുന്ന ഉപാധിയെ കൊണ്ടാകുന്നു. യഥാ തൃണജലൂകേയം നാപായാത്യപയാദിജ നത്യേജന്മ്രിയമാണോഭി പ്രാഗ്ദേഹാഭിമതീം ജനഃ യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം. ഈ ദേഹത്തെ വെടിഞ്ഞ ശേഷം മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതിനിടയിൽ സ്ഥൂല ശരീര സംബന്ധമില്ലാതിരിക്കുന്ന സമയം സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതായ സംസാരബന്ധം ജീവാത്മാവിനുണ്ടാകുകയില്ലല്ലോ എന്ന ശങ്കയെ പരിഹരിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു. പുൽച്ചെടികളിൽ സഞ്ചരിക്കുന്ന പുല്ലട്ട എന്നുപേരായ ഒരു ജാതി കീടം പുൽക്കൊടികളിൽ സഞ്ചരിക്കുന്ന സമയം ആദ്യം പിടിച്ചിരിക്കുന്ന ഭാഗത്തെ മുഴുവനും വിടാതെ ഏകദേശ ഭാഗത്തെ വിട്ടും മറ്റൊന്നിനെ അല്പമായി ഗ്രഹിച്ചും കൊണ്ട് ഗമിക്കും. രണ്ടാമത്തെ പിടുത്തം കിട്ടിയാൽ ഒന്നാമത്തേതിനെ പൂർണ്ണമായി വിടും. ഇതുപോലെ ഒരു സ്ഥൂലത്തെ വിട്ട് അന്യമായ സ്ഥൂല ശരീരം ലഭിക്കാനുള്ള കർമ്മപരിഭാഗാവസ്ഥ എത്തുന്നതുവരെ ജീവൻ പൂർവ്വ ശരീരാഭിമാനത്തെ വിടുകയില്ല. ഹേ മനുഷ്യരിൽ ഉത്കൃഷ്ടനായ ഭൂപതേ, പ്രാണികൾക്ക് ജന്മമരണാദി സംസാര ദുഃഖങ്ങൾക്ക് കാരണം മനസ്സുതന്നെ. യഥാക്ഷൈച്ചരിതാന്ധ്യായൻ കർമാണ്യാചിനുദേ സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധകർമ്മണ്യനാത്മനഃ. മനസ്സു തന്നെ സംസാര കാരണം എന്നതിനെ ഉറപ്പിക്കുന്നു. അന്ധക്കരണാദികളിൽ ഞാനെന്നുള്ള ഭാവരൂപമായ അധ്യാസം ഉള്ളിടത്തോളം കാലം ആത്മസ്വരൂപം അറിയപ്പെടാതെയിരിക്കും. അതുനിമിത്തം ശുഭം അശുഭം എന്ന രൂപത്തിൽ ഇരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. ആ കർമ്മമുള്ളപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാനുഭവ രൂപമായ ഭോഗവും ഉണ്ടാകും. ഇന്ദ്രിയങ്ങളിൽ കൂടെ അനുഭവിച്ച ഭോഗങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിക്കയാൽ പിന്നെയും അപ്രകാരമുള്ള ഭോഗങ്ങൾക്കു വേണ്ടി കർമ്മങ്ങളെ ചെയ്യും. ഇങ്ങനെ സംസാരം നശിക്കാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അധസ്തഭവാദാർത്ഥം ഭജ സർവാത്മനാ ഹരിം പശ്യൻസ്തദാത്മകം വിശ്വം സ്ഥിത്യുത്പത്യപ്യയായതഃ. അതിനാൽ അധ്യാസ നിവൃത്തിക്ക് വേണ്ടി ഭക്തജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശ്രീഹരിയെ സർവാത്മഭാവത്തോടുകൂടെ ഭജിക്കുക. ഈ കാണപ്പെടുന്ന സർവത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്ന പരമതത്വം യാതൊന്നോ ആ ശ്രീഹരിയുടെ സ്വരൂപം തന്നെ ഇത് സർവവും എന്ന ഭാവത്തോടുകൂടെ ഭേദഭാവനയില്ലാതെ ഭജിക്കണം. ഭേദഭാവനയുണ്ടായാൽ കൈവല്യം ലഭിക്കുകയില്ല. മൈത്രേയ ഉവാച ഭാഗവതമുഖ്യോ ഭഗവാൻ നാരദോ ഹംസയോർഗതിം പ്രദർശ്യ ഹിമുമാമന്ത്ര്യ സിദ്ധലോകം തതോഗമത്. മൈത്രേയർ പറഞ്ഞു, ഭഗവത് ഭക്തന്മാരിൽ വെച്ച് മുഖ്യനായതുകൊണ്ട് ഭഗവത് കാരുണ്യലാഭത്താൽ സർവജ്ഞനായ ശ്രീ നാരദമുനി ജീവൻ്റെയും ഈശ്വരൻ്റെയും പരമാർത്ഥ തത്വത്തെ ഇപ്രകാരം പ്രാചീന ബർഹസിനോട് ഉപദേശിച്ച ശേഷം അവിടെ നിന്ന് സിദ്ധലോകത്തെ പ്രാപിച്ചു. പ്രാചീന ബർഹി രാജർഷി പ്രജാസർഗാഭിരക്ഷണേ ആദിശ്യപുത്രാനഗമാ തപസേ കപിലാശ്രമം. ഋഷിതുല്യനായ പ്രാചീന ബർഹിസ് പ്രജകളുടെ സംരക്ഷയിൽ പുത്രന്മാരെ നിശ്ചയിച്ചിട്ട് തപസ് ചെയ്യുവാനായി കപിലമുനിയുടെ ആശ്രമം പ്രാപിച്ചു. തത്രൈകാഗ്രമനാ വീരോ ഗോവിന്ദചരണാംബുജം വിമുക്തസംഗോനുഭജൻ ഭക്ത്യാ തത്സാമ്യതാമഗാത്. അവിടെ കപിലാശ്രമത്തിൽ അതിപ്രയത്നത്താൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭക്തിയോടുകൂടെ ഭഗവാന്റെ പാദപത്മത്തെ നിരന്തരം ഭജിച്ചും കൊണ്ട് ആ പാദപത്മത്തിൽ ലയിച്ചു. ഏതദ്യാത്മാ പാരോക്ഷ്യം ഗീതം ദേവർഷിണാനഗ യശ്രാവയേദ്യ ശൃണുയാത് സലിംഗേന വിമുച്യതേ. ഹേ പാപരഹിതനായ വിതുര, ദേവർഷിയായ ശ്രീനാരദൻ പ്രാചീന ബർഹസിന് ആത്മാവിൻ്റെ പരോക്ഷ ജ്ഞാനം ജനിപ്പിക്കാൻ തക്കവിധം ഉപദേശിക്കുന്ന ഈ കഥയെ കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും ലിംഗശരീരത്തിൽ നിന്ന് മുക്തന്മാരായി ഭവിക്കും. ഏതൻ മുകുന്ദയശസാ ഭുവനം പുനാനം ദേവർഷിവര്യമുഖനിസൃതമാത്മശൗചം യകീർത്തിമാനമധിഗച്ഛതി പാരമേഷ്ട്യം നാസ്മിൻ ഭവേ ഭ്രമതിമുക്ത സമസ്തബന്ധഃ. മുക്തിപ്രദനായ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ലോകത്തെ പരിശുദ്ധമാക്കുന്നതും
ആത്മാവിൽ പറ്റിയിരിക്കുന്ന അജ്ഞാനരൂപമായ ദോഷം തീർത്ത സ്വരൂപത്തെ ഗ്രഹിപ്പാൻ സമർത്ഥമാക്കി തീർക്കുന്നതും ദേവർഷി ശ്രേഷ്ഠനായ ശ്രീ നാരദരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടതുമായ ഇതിനെ നിരന്തരം കീർത്തിക്കുകയും തദ്വാര അർത്ഥത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ അധ്യാസം നിമിത്തമുണ്ടാകുന്ന സകല ബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഈശ്വരഭാവത്തെ പ്രാപിക്കും. അധ്യാത്മപാരോക്ഷ്യമിതം മയാധിഗതമത്ഭുതം ഏവം സ്ത്രീയാശ്രമ പുംസശ്ചിന്നോ മുത്രജ സംശയ. ഞാൻ ഗുരുമുഖത്തിൽ നിന്ന് സന്ദേഹമില്ലാത്ത വിധം ശ്രവിച്ചതും അത്ഭുതവുമായ ഈ ആത്മതത്വശാസ്ത്രം അങ്ങയോട് പറഞ്ഞു. സ്ത്രീസംഗം നിമിത്തം പുരുഷന് എങ്ങനെ കഷ്ടം നേരിടുന്നുവെന്നും പരലോകത്തിൽ പുണ്യപാപഫലം ഏതുവിധം ജീവൻ അനുഭവിക്കുന്നു എന്നുമുള്ള സംഗതിയെക്കുറിച്ചുണ്ടാകാവുന്ന സംശയം ഇപ്രകാരം ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. 29-ാമത്തെ അധ്യായം സമാപിച്ചു. 30-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.